ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ കുറച്ച് കാലമായിട്ട് ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ സഭാ വഴക്ക് എപ്പോൾ തീരും, എല്ലാവരും അതിൽ വളരെ ആഗ്രഹമുള്ളവരാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് തീരണം. ഞാനും അത് വളരെ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ നമുക്ക് മനസ്സിലാകും ഇതിങ്ങനെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് തീരുന്നില്ല. അപ്പോൾ ഇതിലെന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമുണ്ട്. മാർത്തമായുടെ സിംഹാസനം എന്നൊക്കെ ഇതിനിടയ്ക്ക് കൊണ്ടുവന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എപ്പോൾ കൊണ്ടുവന്നാൽ എന്തെങ്കിലും ഒരു പുതിയ വിഷയം കൊണ്ടുവന്ന് അത് കലക്കുക. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നമുക്കത് ഒരു മുമ്പോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വളരെ കാലമായിട്ട് പഠിച്ചു. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് അറിഞ്ഞ കാര്യമാണ് റഷ്യൻ കഥകൾ. അപ്പോൾ നമ്മൾ റഷ്യൻ കഥകളല്ല, ദാറ്റ്സ് റിയൽ. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഫേസ്ബുക്ക് ആർട്ടിക്കിൾ ഇവിടെ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ളതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനഫ് ഡേറ്റ ഉണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുക, യു വിൽ ഗെറ്റ് ഇറ്റ്. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് ഔട്ട്സൈഡ് റഷ്യ, റോക്കോർ എന്നാണ് അവരുടെ പേര്, ROCOR, മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ റോക്കോറിൻ്റെ കാര്യങ്ങൾ കിട്ടും. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ റഷ്യയ്ക്ക് വെളിയിൽ അവർക്കൊരു ചർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ഇത് 1930കളിൽ തുടങ്ങിയ പരിപാടിയാണ്. അതിന് മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ആളുകൾ അപ്പോഴാണ് റെഡിയായത്. അതായത് 1912 കാതോലിക്കേറ്റ് സ്ഥാപനം കഴിഞ്ഞപ്പോൾ തന്നെ അറിയാം ഇതത്ര പന്തിയായിട്ട് പോകുന്നില്ല. സോ അപ്പോൾ തന്നെ കാര്യങ്ങൾ ചിന്തിക്കുക, എങ്ങനെയാണ് നമുക്ക് ഒരു കാര്യം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇവിടെ മലങ്കരയിലുള്ളവർക്ക് വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഓർത്തഡോക്സിൻ്റെ ആളുകൾക്ക് വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്വയം ശീർഷകത്വ സഭയായിട്ടിരിക്കണം. ആരും ഒന്നും ഒരു ചോദ്യവും ചോദിക്കരുത്. ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കോളാം. അതിപ്പോൾ ഒരിക്കലും സുറിയാനി സഭയിൽ നിന്നൊന്നും അത് സാധ്യമാകില്ല എന്ന് ഇവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് റഷ്യക്കാരുടെ ആഗ്രഹവും ഇവരുടെ ആഗ്രഹവും രണ്ടുപേരും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പോലെ സംഗതി റെഡി. അപ്പോൾ അങ്ങനെയാണ് ഈ റഷ്യൻ ബാന്ധവം പതുക്കെ തുടങ്ങുന്നത്. പക്ഷേ ഇതിവിടെ പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളിവിടെ കൂനംകുരിശ് സത്യവും അതോടൊപ്പം തന്നെ നമ്മൾ മാർത്തമാക്കാരുമായിട്ടുള്ള പ്രശ്നം തീർന്നതും ഇങ്ങനെയൊക്കെ ഇരുന്ന് പോവുകയാണ്. അപ്പോൾ ഈ അക്കരെ കുര്യൻ റൈറ്റർ മരിക്കുകയും ചെയ്തു. 1902 അദ്ദേഹം മരിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാവായി മരിച്ചു. ആരാണ് നമ്മുടെ പരിമല കൊച്ചു തിരുമേനി മരിച്ചു, കാലം ചെയ്തു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഇതിനെപ്പറ്റിയൊന്നും ഇനി ആരും സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ ഒന്നും വരികയല്ല എന്ന് നല്ല മനസ്സിലായി. അപ്പം ഇത് നല്ല തക്കമാണ്. അന്ത്യോക്യയിലെ പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഈ വിഷയങ്ങളെയൊക്കെ എടുത്ത് അതിനിടയ്ക്ക് മിക്സ് ചെയ്ത് അവർ ഈ പരിപാടി തുടങ്ങി. അങ്ങനെ 1930 തുടങ്ങിയ കഥ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണത്തില്ലേ, നിങ്ങളുടെ ഓരോ പരിപാടികൾക്ക് ഇതുപോലെ തലയെ തുണിയിട്ടുണ്ട് ചില ആളുകൾ വന്ന് മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒരു വിഗ്രഹം പോലെ ഇരിക്കും. അവർ പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സർവീസിലും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. കാരണം അവരെന്നും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ലിറ്റർജി നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചാണ് ആ പാവങ്ങളിരിക്കുന്നത്. പക്ഷെ നിങ്ങളത് ചെയ്യത്തില്ല എന്നുള്ള കാര്യം അവർക്കറിയില്ല. സത്യത്തിൽ അവർക്കറിയില്ല, അതാണ് കാര്യം. അപ്പം നിങ്ങൾ അവരോട് ഈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൂർവികർ തൊട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. അത് എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഞങ്ങളെ വിട്, യാക്കോബായക്കാരനെ വിട്, പക്ഷെ നിങ്ങളുടെ പൂർവികർ കൊടുത്തിരിക്കുന്ന വാക്കാണ് ഈ റഷ്യൻ ഓർത്തഡോക്സ് സഭയിലുള്ള ആളുകൾക്ക്. അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ തിരുമേനിയാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള ആൾ, വ്ളാഡിമറിലെ അല്ലേ, നിക്കോളവാസ് തിരുമേനി അവിടെ വെച്ചിരിക്കുക. നിങ്ങളുടെ എല്ലാ അച്ഛന്മാരും വന്ന് വ്ളാഡിമറിൽ പഠിക്കാതെ വെളിയിൽ വരാൻ പറ്റത്തില്ല. കാരണം നാളെ അവർ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ലിറ്റർജി എടുത്ത് യൂസ് ചെയ്യേണ്ട ആളുകളാണ്. അതിനായിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്, അല്ല ചുമ്മാതല്ല. വ്ളാഡിമറിൽ നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ നാളെ അവരുടെ സ്വന്തമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാത്ത രഹസ്യമാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആദ്യം ഇതിൻ്റെ തുടക്കം വന്നു കഴിഞ്ഞപ്പോൾ അന്ന് പ്രശ്നമുണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 സുന്നഹദോസുകൾ അംഗീകരിക്കാതെ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ 7 സുന്നഹദോസുകൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ മിയാഫൈസിറ്റിസത്തിൽ നിങ്ങൾ വെളിയിൽ പോയി. അപ്പോൾ ഇവിടെയുള്ള ജനത്തിനെ ഇത് വിശ്വസിപ്പിക്കാൻ പറ്റില്ല, ജനം കൂടെ നിൽക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞു 3 പോരെ, ബാക്കിയൊക്കെ വലിയ എല്ലാം ഒന്നല്ലേ എന്ന് പറഞ്ഞങ്ങനെ പോയി. അവർ പറഞ്ഞു ഇല്ലില്ല, നമുക്ക് 7 വേണം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാൽസിഡോൺ സിനഡാണ് നിങ്ങളുടെ മുമ്പിലുള്ള എല്ലാ വലിയ കീറാമുട്ടി. നിങ്ങൾ അത് കീറാനുള്ള പരിപാടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു.
അപ്പോൾ അതിനാണ് VC സാമുവൽ അച്ഛനെ കൊണ്ട് ദ കാൽസിഡോൺ റീ എക്സാമിൻഡ് എന്ന് പറഞ്ഞ ആ വലിയ പ്രബന്ധം എഴുതിയിട്ട് പറഞ്ഞു ഇത് ഒരു തലനാരിഴയുടെ വ്യത്യാസമേ ഉള്ളൂ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ. പക്ഷെ എന്തുകൊണ്ടോ ഈ മലങ്കരയിലുള്ള ഈ പിള്ളേർ അവർ ഈ പറഞ്ഞ പോലെ ജയ് ജയ് കാതോലിക്കോസ് വിളിച്ചു നടന്നാലും അവരുടെ മനസ്സിലുണ്ടല്ലോ അവർക്കിപ്പോഴും വന്ന് ആ 3 പൊതു സിനോദോസുകളെ അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇനി മുതൽ പറയുക നമ്മളൊരു എന്തിനാ കുറയ്ക്കുന്നത്, ഒരു 7 സിനോദോസ് വേണ്ട, ഒരു 8 പിടി അങ്ങോട്ട് പറയും. ഇതിനെന്നാ കുഴപ്പം? ഏതായാലും അന്ത്യോക്യം പാത്രിക്കീസൊന്നും വന്ന് നമ്മളെ ഒന്നും ഒതുക്കാൻ പോകുന്നില്ല. നിങ്ങൾ സ്വയം ശീർഷക സഭയല്ലയോ? അപ്പം നിങ്ങൾ 7 സുന്നതോസുകൾ അങ്ങോട്ട് അംഗീകരിക്കുക. അംഗീകരിച്ചിട്ട് നേരെ റഷ്യക്കാരെ ഇനി കൊണ്ടുവന്ന് അവരെ ആ സൈഡിലെല്ലാം ഇരുത്തരുത്. അവരെ കൊണ്ടുവന്ന് അവരെയും കൂടെ ചേർന്ന് നിന്ന് വിശുദ്ധ കുർബാന അങ്ങ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലായി. നിങ്ങൾക്ക് അവസാനം വരുമ്പോൾ അവരുടെ കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് സ്വയം ശീർഷകത്വം കിട്ടുകയും ചെയ്യും. നിങ്ങൾ 7 സുന്നതോസുകൾ അങ്ങ് അംഗീകരിച്ചാൽ മതി. അതിനെന്നെ കുഴപ്പം? 3 അംഗീകരിക്കും, നിങ്ങൾക്ക് ഇപ്പോൾ 7 അംഗീകരിക്കും. ഈ 3-ൽ നിർത്തണ്ടെന്ന് കത്തോലിക്ക സഭയൊക്കെ 7 നിങ്ങൾ ആ കൂടെ അങ്ങ് കൂട്. ഇതങ്ങ് ഈ പ്രശ്നം അങ്ങ് തീരട്ടെ. പിന്നെ റഷ്യക്കാരുടെ നിന്ന് ഈ കഴിഞ്ഞ 95 വർഷമായിട്ട് നിങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ട്, തിരിച്ചു കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് വെച്ച് ആർജിച്ച സ്വത്തുകൾ അതേതൊക്കെയാണെന്ന് നിങ്ങൾ പറയണം. ഏതായാലും കോട്ടയത്തെ ബെസേലിയസ് കോളേജ് MD സെമിനാരി ഒന്നും നിങ്ങളിതല്ല, അത് പണ്ട് നമ്മൾ ചുറ്റി നടത്തി ഉണ്ടാക്കിയ ഇതാണല്ലോ. എൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ, ആ കാര്യങ്ങൾ അല്ലേ? നമ്മൾ പണ്ട് ചുറ്റി നടത്തി അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിന് പൈസ ഒരുമിച്ചത്. അപ്പം അതൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ ആ മൗണ്ട് താബോർ അങ്ങനെയുള്ളതൊക്കെ എനിക്കൊന്ന് നിങ്ങൾ റഷ്യക്കാരുടെ നിന്നുള്ള പൈസ കൊണ്ട് മേടിച്ച് ഉണ്ടാക്കിയതാണ്. ആ സ്ഥലങ്ങളെല്ലാം നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതെല്ലാം ഞങ്ങൾ റഷ്യക്കാരുടെ പൈസ വെച്ച് മേടിച്ചാണ്, എന്നിട്ട് അവരെ കൊണ്ടുവന്ന് അത് കൂതാശയിപ്പിക്കുക. ഒന്നുകൂടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റഷ്യക്കാരുമായിട്ടുള്ളത് നമ്മൾ തിരിക്കുക. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മലങ്കരയിലെ പൂർവികമായിട്ട് നിൽക്കുന്നവരാണ്. അപ്പം നമ്മളത് പൂർവികമായിട്ട് ഇവിടെ സുറിയാനി ആരാധനയായിരുന്നു, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ആ പുസ്തകത്തിൽ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം ഇവിടെ പണ്ട് തൊട്ട് സുറിയാനിയിലായിരുന്നു. ഇവൻ റഷ്യക്കാർ വന്നപ്പോൾ പോലും ഇവിടെ സുറിയാനിയിലായിരുന്നു എല്ലാം ചൊല്ലിക്കൊണ്ടിരുന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം നിങ്ങൾ ഒന്നും അങ്ങോട്ട് പേടിക്കണ്ട. അതെല്ലാം ഞങ്ങൾ ഇതിനകത്തുള്ള മുഴുവൻ സുറിയാനി ആരാധന ഫോളോ ചെയ്യേണ്ടവരെയും മലങ്കര യാക്കോബായ സുറിയാനി സഭ പരിശുദ്ധ പത്രിക്കീസ് പവയുടെ കീഴിൽ നമ്മൾ ഇവിടെ ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ ഒരു സ്വയം ഭരണമുള്ള അവകാശമുള്ളൊരു സഭയാണ്. ശീർഷകത്വം ഞങ്ങളങ്ങനെ ശീർഷകത്വം വേണ്ട. കാരണം ഞങ്ങൾക്ക് അന്ത്യോക്യ പാത്രിക്കീസ് ഉണ്ടല്ലോ. നമുക്കതാണ് നമ്മളുടെ ഇവിടുത്തെ ശീർഷകമായിട്ട് നിൽക്കുന്നത് അന്ത്യോക്യ പാത്രിക്കീസാണ്. ഞങ്ങൾക്കത് വി ആർ ഫൈൻ വിത്ത് ദാറ്റ്. നിങ്ങൾക്ക് സ്വയമായിട്ട് നിൽക്കണം. അതിന് റഷ്യക്കാർ സമ്മതമാണ്. അതുവഴി അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തരും. നിങ്ങൾ അവരുമായിട്ട് അലൈൻമെൻറ്റ് വെക്കുക, അവരെ ലിറ്ററേച്ചർ എടുക്കുക. ഈ സുബോലാബോയ്ക്കൊക്കെ പകരമുള്ള എന്തെങ്കിലും ബസ്കോ പറഞ്ഞ എന്തോ സാധനങ്ങൾ അവർക്കുണ്ട്, അതെടുത്ത് ഫിറ്റ് ചെയ്ത് നിങ്ങൾ ലിറ്ററേച്ചർ അങ്ങോട്ട് പരിഷ്കരിക്കുക. സൗകര്യമുള്ളത് നിന്നാൽ മതി എന്ന് പറയണം. എടാ ഇത് ഞങ്ങളിവിടെ സ്വയം ശീർഷകത്തുള്ള സഭയാണ്, നിനക്കൊക്കെ സൗകര്യമുണ്ട് ഇവിടെ നല്ല ഇറങ്ങി പോടാന്ന് പറയണം. ഇങ്ങനെ ഇറക്കി അങ്ങ് വിടുക. ഞങ്ങൾ അവരെല്ലാം കെയർ ചെയ്തോളാം. അതുകൊണ്ട് ആരും അപമാനിക്കപ്പെടത്തില്ല. നമുക്ക് 2 കൂട്ടർക്കും വളരെ കൃത്യമായിട്ട് പോകാം. എന്തോ ഒരു അനുഗ്രഹമല്ലേ നമുക്ക് അങ്ങനെ ആദ്യമായിട്ട് ഒരു റഷ്യൻ ആരാധന നമുക്കിവിടെ നടത്താൻ പറ്റുന്നു. റഷ്യൻ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നു. പിന്നെ ഇന്ത്യയുടെ അഭിമാനമായിട്ട് നിങ്ങൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയായിട്ട് തന്നെ നിൽക്കുക. ഒന്നും ഇങ്ങോട്ട് വിട്ടുകൊടുക്കണ്ട. റഷ്യക്കാരുടെ നമ്മൾ ചുമ്മാ ഒരു ഇത് മേടിക്കുന്നല്ലേ ഉള്ളൂ. അത് മേടിച്ച് കഴിയുമ്പോൾ അവരോടും പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ റഷ്യയുടെ ഭാഷയൊക്കെ യൂസ് ചെയ്യണം, എല്ലാം മലയാളത്തിലാക്കുക. ഇറ്റ്സ് ഓൾ ഫൈൻ. നിങ്ങളാണ് ഇഷ്ടം പോലെ എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് കഴിവുണ്ട്. സോ നോ പ്രോബ്ലം. ഇനി ഞങ്ങളുടെ ലിറ്ററേച്ചർ വല്ലതും വേണമെങ്കിൽ റഷ്യക്കാർക്ക് അത് വിഷമാകുമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എടുക്കരുത്. ഞങ്ങളുടെ ലിറ്ററേച്ചർ എടുത്ത് മലിനമാക്കുന്നതിനോടെ നമുക്ക് കുഴപ്പമുള്ളൂ. ഇപ്പം എന്തുവാണ് നമ്മുടെ ഞാനൊക്കെ അറിയാതെയാണ് നിങ്ങളെ ഈ പലപ്പോഴും കുറ്റപ്പെടുത്തി കേട്ടോ. എനിക്കിത് ഈ റഷ്യൻ കാര്യം അറിയാതെ ഞാനൊന്നും പറയത്തില്ല. നമ്മുടെ കോനൂസോടെ കാര്യവും ഇതൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ ഞാൻ മറന്നേക്കാം. ഇനി അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ തമ്മിൽ ഇല്ലേ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോവുക. നിങ്ങളുടെ എല്ലാവരോടും നിങ്ങൾ ഈ കാര്യം പറയുക. മക്കളെ, നമ്മൾ 2 അപ്പന്മാരുടെയാണ്. നമ്മൾ അന്ത്യോക്യയുടെ ഇതിലല്ല. നമ്മുടെ വല്യപ്പന്മാർ അവർ നമ്മുടെ പിതാക്കന്മാർ മറ്റവരുടെ നിന്ന് കാശ് മേടിച്ചു പോയി. മക്കളെ, എന്ത് ചെയ്യാം? ഒരു ഗതികേടിൻ്റെ ഏതോ ഒരു ചെറിയ സമയത്ത് നമുക്കിങ്ങനെ പറ്റിപ്പോയി. അപ്പം നിങ്ങളതിലൊന്നും ചിന്തിക്കരുത്. നിങ്ങൾക്ക് സുറിയാനി സഭയുടെ ഇതിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ യാക്കോബക്കാരുണ്ട്, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും ശരിയാക്കി തരും. നിങ്ങൾക്ക് യാതൊരു നഷ്ടവുമില്ല. പക്ഷേ സ്വയം ശീർഷകത്വം, അതുപോലെ തന്നെ ഒട്ടോസി ഫാലസ്, അങ്ങനെയുള്ള ഫാലസികളൊക്കെ വേണ്ട എല്ലാവരും തന്നെ നിങ്ങളുടെ കൂടെ നിൽക്കുക. പിന്നെ നിങ്ങൾ സ്വത്ത് കുറേ എടുക്കുന്നതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ പറയുന്നത് ന്യായമായിട്ട് ഈ നിങ്ങൾ വിറ്റ് തരുന്ന ആളുകൾക്ക്, ഞങ്ങൾക്ക് തെക്കൻ ദേശത്തൊന്നും ഇത്രയും പള്ളികളില്ല. പെട്ടെന്ന് ഒരു സമയത്ത് ഇത്രയും പള്ളി വെച്ച് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ആ പള്ളി കൊടുക്കുക. അത് അപ് ടു ദം. ഞങ്ങളാരും ഇവിടെ പാത്രിക്കീസ് ബാവ എഴുതി മേടിച്ചുകൊണ്ട് പോകുന്നില്ല.
കാതോലിക്ക ബാബ എഴുതി മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ പള്ളികളെല്ലാം അവരുടെ സ്വന്തമായിരിക്കും. മനസ്സിലായോ? ഞങ്ങൾ ട്രസ്റ്റിൻ്റെ കീഴിലൊന്നും കൊണ്ട് ഒരു പള്ളിയും കൊണ്ട് വെക്കത്തില്ല. എല്ലാ പള്ളികളും അവരുടെ സ്വന്തമായിരിക്കും, അവരുടെ പെർഫെക്റ്റ് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. ഇനി ഇതല്ല ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലുള്ള ആളുകൾക്ക് ഇത് സത്യം മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിൽക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ഞാനിത് കുറേ ആളുകൾ കുറച്ച് പേരോട് സംസാരിച്ചു. അതൊരു റീസണബിൾ ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ആ പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് ആരാധന അവിടെ നിങ്ങൾക്ക് ശരിയാകുന്നില്ല, സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല അവിടെ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്തുതി ചൊവ്വാക്കപ്പെട്ട ആരാധനയാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിവിടെ യാക്കോബായ സുറിയാനി സഭയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാലും പെർഫെക്റ്റ് തങ്കമാണ്. ഇപ്പം നിങ്ങൾ ആരാധനയ്ക്കുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കുക, അതിനുള്ള സംവിധാനം ഒരുക്കുക. നമ്മളവിടെ എന്ത് ചെയ്യും? സ്തുതി ചൊവ്വാക്കപ്പെട്ട ചർച്ചിലെ പുരോഹിതർ വന്ന് നിങ്ങൾക്ക് കുർബാന ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആത്മീയ കാര്യങ്ങളും പറയും. ലൗകികമായ കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കരുത്, ഞങ്ങൾക്ക് അതൊന്നും തരാം. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? ആരാധനയാണ്. അത് നമുക്ക് തരാൻ പറ്റും. സ്തുതി ചൊവ്വാക്കപ്പെട്ട ആരാധന 100% കലർപ്പില്ലാതെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ട സംവിധാനം നിങ്ങൾ ഒപ്പിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ക്രമീകരിച്ചോളാം. അതേപോലെ തന്നെ സ്തുതി ചൊവ്വാക്കപ്പെട്ട പള്ളികളിലേക്ക് അച്ഛന്മാർ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവർക്കും വരാം. പിന്നെ ഇവരാരും ഞങ്ങളുടെ ഈ പള്ളികളിൽ വന്ന് ഇടിച്ചു കയറുക അങ്ങനെയുള്ള സംവിധാനം വേണം. നിങ്ങളായി നിങ്ങളുടെ കാര്യമായി അപ്പോൾ നിങ്ങൾ തന്നെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. നമുക്ക് ഈ പറഞ്ഞ ഞങ്ങളുടെ ആ പടയുള്ളത് നിങ്ങൾക്ക് തരാനുള്ളത് ഈ ആത്മീയ അനുഗ്രഹങ്ങളും വാഴ്വുകളും അനുഗ്രഹങ്ങളും ഞങ്ങളെ തരാനുള്ളൂ. നിങ്ങളെപ്പോലെ ഈ പൈസ ഒന്നുമില്ല. പിന്നെ നിങ്ങളിവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചതിനകത്തത് കൊണ്ടേ വരാവുള്ളൂ. ദയവ് ഇത് റഷ്യക്കാരുടെയോ വല്ലവരുടെയോ നിന്നൊക്കെ മേടിച്ച സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ വെച്ചിട്ട് പോരണം. നമുക്കെല്ലാം ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാം. ദയവ് ചെയ്ത് ഈ വല്ലവൻ്റെ ഇരവ് മേടിച്ചുകൊണ്ട് നമുക്ക് വരരുത്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് നമുക്കിത് വളരെ പെർഫെക്റ്റായിട്ട് ഈ കാര്യങ്ങൾ നടത്താം. അങ്ങനെ നമുക്ക് വീണ്ടും സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭയിൽ നമുക്ക് ആരാധന നടത്താം. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് സാധ്യമാണ്. അതുപോലെ ഇൻ്റർനാഷണൽ നിങ്ങൾ അത് വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ റഷ്യയിലെ ഈ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്കൊരു വലിയ സന്തോഷമാണ്. നമുക്കൊരു റഷ്യൻ ബന്ധം വരികയാണല്ലോ. നമുക്ക് റഷ്യക്കാരൊക്കെ വരട്ടെ. അവരൊക്കെ ഇവിടെ വന്ന് ഇതുപോലെ അവരുമൊക്കെ ഇവിടെ വന്ന് അവരുടെ സുവിശേഷം നമ്മളൊന്നും കേട്ടിട്ടില്ല. ഈ റഷ്യക്കാർ നിങ്ങൾ പലപ്പോഴും കൊണ്ടുവന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം എന്താണെന്നോ അവരുടെ പിതാക്കന്മാരെ പറ്റിയൊക്കെ ഒന്ന് കേൾക്കണ്ടേ. നമ്മൾ ഈ പറഞ്ഞ ഓരോ മാർട്ടിയേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ സുറിയാനി സഭയുടെ കേട്ടു. നമുക്കതുപോലെ തന്നെ ഈ റഷ്യക്കാരെ പറ്റി കേൾക്കണ്ടേ, അവരുടെ കഷ്ടപ്പാടുകൾ നമ്മൾ അറിയണ്ടേ. അപ്പോൾ നിങ്ങൾ അവരെയൊക്കെ വിളിച്ചു വരുത്തും, ഞങ്ങളുമൊക്കെ വരാം കേട്ടോ. അങ്ങനെ വന്ന് നമ്മൾ വളരെ നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാം. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നടക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു.